എന്താണ് ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ജനറലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലോട്ട് ഒരു ട്രാഫിക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് ഒരു ഫയർവാൾ യൂസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർവാളിൽ കൂടെ പോകുന്ന കമ്മ്യൂണിക്കേഷൻ അത് അലോ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് പോളിസി എഴുതി തീരുമാനിക്കാൻ പറ്റും. സോ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമുക്ക് ആ കണക്ഷൻ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അലോ ചെയ്യാം, അല്ലെങ്കിൽ സ്പെസിഫിക് യൂസേഴ്സിന് അലോ ചെയ്യാം, അല്ലെങ്കിൽ ചില പ്രോട്ടോകോൾസ് മാത്രം അലോ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് കൺട്രോൾ നമുക്ക് ഒരു ഫയർവാൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പം ഒരു നമ്മുടെ ഓഫീസ് നെറ്റ്വർക്കിൽ കുറച്ച് യൂസേഴ്സിന് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് അലോ ചെയ്യാം, കുറച്ച് പേർക്ക് ഇന്റർനെറ്റ് ആക്സസ് ഡിനൈ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നമുക്ക് അവരുടെ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പോളിസികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഫയർവാളിന്റെ മെയിൻ ആയിട്ടൊരു കാര്യം. അപ്പം ബേസിക്കലി ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു ഒരു റിസോഴ്സിലോട്ടുള്ള ആക്സസ് കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഫയർവാൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫയർവാൾ റൂൾസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി പോളിസി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫയർവാൾ പോളിസി എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരിൽ നമ്മൾ അറിയപ്പെടാറുണ്ട് ഈ ഒരു ഫയർവാൾ. അതേപോലെ തന്നെ റൗട്ടറിൽ നമുക്ക് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് അല്ലെങ്കിൽ ACL യൂസ് ചെയ്തിട്ട് ഇതേ ഫീച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഫയർവാളും ഒരു റൗട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫയർവാൾ സ്റ്റേറ്റ്ഫുൾ ആണ്, റൗട്ടർ സ്റ്റേറ്റ്ലെസ് ആണ്. ഈ സ്റ്റേറ്റ്ഫുള്ളും സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർവാളിന് അറിയാം എന്ത് അലോ ചെയ്തിട്ടുണ്ടോ ആ അലോ ചെയ്ത ട്രാഫിക്കിന്റെ റിട്ടേൺ ട്രാഫിക് ഓട്ടോമാറ്റിക്കലി ഫയർവാൾ തിരിച്ച് അലോ ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇന്റർനെറ്റിലോട്ട് ആക്സസ് ചെയ്യാനുള്ള ഫയർവാൾ റൂൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വേറൊരാൾക്ക് അത് ഡിനൈ ചെയ്തേക്കുവാണ്. അപ്പം ഞാൻ ഇന്റർനെറ്റിലോട്ട് ആക്സസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് വൺ വേ എനിക്ക് ആ ഒരു പെർമിഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ റിക്വസ്റ്റ് പോയിട്ട് ആ റെസ്പോൺസ് തിരിച്ചു വരുമല്ലോ, ആ തിരിച്ചു വരുന്ന റെസ്പോൺസിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫയർവാൾ റൂൾ എഴുതേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ഫയർവാൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓൾറെഡി അലോ ചെയ്തതിന്റെ റെസ്പോൺസ് ആണെന്ന് മനസ്സിലാക്കി എൻ്റെ ഡിവൈസിലോട്ട് ആ ട്രാഫിക് തിരിച്ച് അലോ ചെയ്യും. അതേസമയം റൗട്ടറിൻ്റെ അകത്ത് അങ്ങനെയില്ല. റൗട്ടറിൻ്റെ അകത്ത് അങ്ങോട്ട് അലോ ചെയ്താൽ തിരിച്ച് അതിന്റെ റെസ്പോൺസ് വരണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും കൂടെ അലോ ചെയ്താൽ മാത്രമേ ACL വെച്ച് അലോ ചെയ്താൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. അതാണ് റൗട്ടർ ACLും ഫയർവാളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനെയാണ് സ്റ്റേറ്റ്ഫുൾ എന്ന് പറയുന്നത്. ഫയർവാൾ സ്റ്റേറ്റ്ഫുൾ ആണ്, അതിന് ആ സ്റ്റേറ്റ് ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യും. എന്തൊക്കെയാണ് അലോ ചെയ്തിട്ട് ഏതൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വൺ സൈഡ് അലോ ചെയ്തിട്ടുണ്ടോ അതിന്റെ ആ ഒരു ട്രാഫിക് തിരിച്ച് അലോ ചെയ്യണം, റിട്ടേൺ ട്രാഫിക് തിരിച്ച് അലോ ചെയ്യണമെന്ന് അതിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ റൗട്ടറിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു സംഭവമില്ല. ഇതാണ് ഇതിനകത്ത് ഒരു മെയിൻ ഡിഫറൻസ്.